ഹലോ മക്കളെ, ഈ വരുന്ന 7-ാം തീയതി നടക്കാനുള്ള നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി ആരെങ്കിലും ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒട്ടും പേടിക്കേണ്ട. നമ്മളുടെ സെൻറ്ററിൽ വന്നാൽ സ്പോട്ടായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് എവിടെയാണ് ഞാൻ പോയി എക്സാം എഴുതുന്നത് എന്നായിരിക്കാം. അവിടെ നമ്മുടെ കേരളത്തിൽ ടോട്ടൽ 57 സെൻറ്റേഴ്സ് സൈലം നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സെൻറ്റേഴ്സ് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. നിങ്ങളുടെ ഏരിയയിലുള്ള സെൻറ്റർ സാറ് പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ആദ്യമായിട്ട് ആലപ്പുഴയിൽ 2 സെൻറ്ററാണുള്ളത്. ആലപ്പുഴ അമൃത വിദ്യാലയം ആലപ്പുഴയിൽ ഒരു സെൻറ്ററായിട്ട് വരുന്നുണ്ട്. പിന്നെ ആലപ്പുഴ നമ്മളുടെ സൈലം ഹൈബ്രിഡ് സെൻറ്റർ മറ്റൊരു സെൻറ്ററാണ്. സോ അതിൻ്റെ നിയറസ്റ്റ് ഉള്ളവർ അവിടെ പോയിട്ട് എക്സാം എഴുതാം. ഇനി എറണാകുളത്ത് വരുന്നത് സെൻറ്റ് ജോൺസ് വിസിറ്റേഷൻ പബ്ലിക് സ്കൂൾ ആലുവ, സൈലം സെൻറ്റർ കച്ചേരിപ്പടി, അതേപോലെ മാർത്തോമ പബ്ലിക് സ്കൂൾ കാക്കനാട്, പിന്നെ ശ്രീ സാരദാ വിദ്യാലയ കാലടി, പിന്നെ നജാദ് പബ്ലിക് സ്കൂൾ എറണാകുളം. ഓക്കെ, പിന്നെ അമൃത വിദ്യാലയം കൊച്ചി, അതുപോലെ തന്നെ സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂള്. ഓക്കെ, പിന്നീട് വരുന്നത് എറണാകുളത്ത് തന്നെ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂള് മൂവാറ്റുപുഴ, പിന്നീട് വരുന്നത് മാർ ഗ്രിഗേറിയസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് നോർത്ത് പറവൂർ, ഒപ്പം തന്നെ അമൃത വിദ്യാലയം പെരുമ്പാവൂർ. ഇത്രയാണ് എറണാകുളം കുട്ടികൾക്ക് എഴുതാനായിട്ടുള്ള സെൻറ്റേഴ്സ് ഉള്ളത്. ഇനി ഇടുക്കിയിൽ വരുന്നത് ഓക്സിലിയം സ്കൂള്, കട്ടപ്പനയുള്ള ഓക്സിലിയം സ്കൂളാണ്. ദെൻ കണ്ണൂർ അമൃത വിദ്യാലയം കണ്ണൂർ, അതുപോലെ തന്നെ നമ്മുടെ സൈലത്തിൻ്റെ ഹൈബ്രിഡ് ക്യാമ്പസ് കണ്ണൂരുള്ളതും, അതേപോലെ സൈലം ട്യൂഷൻ സെൻറ്റർ തലശ്ശേരിയിലും നിങ്ങൾക്ക് എക്സാം പോയിട്ട് എഴുതാനായിട്ട് സാധിക്കും. സോ അടുത്തത് കാസർഗോഡാണ്. കാസർഗോഡ് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂള് കാഞ്ഞങ്ങാട്, അതുപോലെ ഇനി വരുന്നത് കൊല്ലത്താണ്. കൊല്ലത്ത് TKM സെൻറ്റിനറി പബ്ലിക് സ്കൂള് കരിക്കോട് വരുന്നുണ്ട്. ഒപ്പം തന്നെ അമൃത വിദ്യാലയം പുതിയകാവ്. പിന്നീട് വരുന്നത് MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂള് കൊട്ടാരക്കര. ഇത്രയാണ് കൊല്ലത്ത് വരുന്ന സെൻറ്റേഴ്സ് ഉള്ളത്. ഇനി അടുത്തത് കോട്ടയാണ്. കോട്ടയത്ത് ഗിരിദീപം ബത്തനി സെൻട്രൽ സ്കൂളാണ് വരുന്നത്. ദെൻ കോഴിക്കോടാണ്. കോഴിക്കോട് ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ പ്രസ്റ്റീജ് പബ്ലിക് സ്കൂൾ വരുന്നുണ്ട്. സൈലം ലേണിംഗ് ഹൈബ്രിഡ് സെൻറ്റർ വരുന്നുണ്ട് എരഞ്ഞിപ്പാലത്തുള്ള. ഒപ്പം വൈറ്റ് സ്കൂൾ വരുന്നുണ്ട് പെരുമണ്ണയുള്ളത്. ഹിൽ വ്യൂ ഇൻ്റർനാഷണൽ സ്കൂൾ വരുന്നുണ്ട് താമരശ്ശേരി. പിന്നെ ശ്രീനാരായണ HSS വടകര വരുന്നുണ്ട്. ഒപ്പം തന്നെ സദ്ഭാവന വേൾഡ് സ്കൂള് വെള്ളിപ്പറമ്പ്. ഓക്കെ, എയർപോർട്ട് സ്കൂൾ വരുന്നുണ്ട്, അത് മലപ്പുറത്താണ്. ദെൻ അടുത്തത് വരുന്നത് മലപ്പുറത്ത് തന്നെ ഫേസ് മർഗസ് ഇൻ്റർനാഷണൽ സ്കൂള് കൊണ്ടോട്ടി വരുന്നുണ്ട്. പിന്നീട് മലപ്പുറം ജില്ലയിൽ വരുന്നത് സൈലം സെൻറ്റർ കോട്ടക്കലാണ്. ഒപ്പം എയ്സ് പബ്ലിക് സ്കൂള് മഞ്ചേരിയാണ്. പിന്നീട് വരുന്നത് സൈലം സെൻറ്റർ പെരിന്തൽമണ്ണ, അതും മലപ്പുറത്ത് തന്നെയാണ്. പിന്നീട് വരുന്നത് TIC സെക്കൻഡറി സ്കൂളിൽ പഴയങ്ങാടി തിരൂരാണ്. ഒപ്പം ഗവൺമെൻറ് മാനദേവൻ ഹൈസ്കൂള് നിലമ്പൂർ വരുന്നുണ്ട്. ഇനി പൊന്നാനി, മലപ്പുറം പൊന്നാനി ഉള്ളവർക്ക് AVHSS പൊന്നാനി വരുന്നുണ്ട്. പിന്നീട് വരുന്നത് പാലക്കാട് ASMM HSS ആലത്തൂർ വരുന്നുണ്ട്. ഒപ്പം പാലക്കാട് ദാറുൻ നജാസ് എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് മണ്ണാർക്കാട് വരുന്നുണ്ട്. ദെൻ അമൃത വിദ്യാലയം ഒറ്റപ്പാലത്ത് വരുന്നുണ്ട്. പിന്നീട് വരുന്നത് സൈലം ലേണിംഗ് ട്യൂഷൻ സെൻറ്റർ പാലക്കാട്, CGM ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂള് പട്ടാമ്പി, പിന്നീട് വ്യാസ വിദ്യാപീഠം പിരിയാരി. ഓക്കെ, ഇത്രയാണ് പാലക്കാട് വരുന്നത്. പത്തനംതിട്ട ഉള്ള കുട്ടികൾക്കായിട്ട് കത്തോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്തനംതിട്ടയാണ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സെൻറ്റർ. തൃശ്ശൂർ വരുന്നത് ഓക്കെ അമൃത വിദ്യാലയം തൃശ്ശൂർ, ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് ചേലക്കര. ഓക്കെ, IES പബ്ലിക് സ്കൂള് ചിറ്റിലപ്പള്ളി. ദെൻ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂള് ഇരിഞ്ഞാലക്കുട. ഓക്കെ, ദെൻ തൃശ്ശൂർ തന്നെ ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂള് കുന്നംകുളം. ദെൻ ഹോളി ഗ്രേസ് അക്കാഡമി മാള. ഓക്കെ, ദെൻ ശക്തൻ ഹൈബ്രിഡ് ക്യാമ്പസ് തൃശ്ശൂർ. ദെൻ അതോടൊപ്പം തന്നെ തൃശ്ശൂർ സെൻറ്റ് വിൻസെൻ്റ് പല്ലോട്ടിൽ സെൻട്രൽ സ്കൂള് തൃശ്ശൂർ. ദെൻ വിജയഗിരി പബ്ലിക് സ്കൂള് അഷ്ടമിച്ചിറ, സൈലം ലേണിംഗ് ഹൈബ്രിഡ് സ്കൂള് കോലായി. ഇത്രയുമാണ് തൃശ്ശൂരുള്ള കുട്ടികൾക്കായിട്ട് നെക്സ്റ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം. അടുത്തത് നമ്മുടെ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് മാർ ഗ്രിഗേറിയസ് മെമ്മോറിയൽ സെൻട്രൽ പബ്ലിക് സ്കൂൾ വരുന്നുണ്ട്, കുഴുവിളയാണ്. ഒപ്പം തന്നെ നമുക്ക് അമൃത കൈരളി വിദ്യാഭവൻ CBSE സ്കൂള് നെടുമങ്ങാടും നിങ്ങൾക്ക് തിരുവനന്തപുരമുള്ള കുട്ടികൾക്ക് പോയി എഴുതാവുന്നതാണ്. സരസ്വതി വിദ്യാലയ വട്ടിയൂർക്കാവ് തിരുവനന്തപുരമുള്ള കുട്ടികൾക്ക് ചൂസ് ചെയ്യാവുന്ന മറ്റൊരു ഓപ്ഷനാണ്. ഓക്കെ, ദെൻ വയനാട് വരുന്നത് സെൻറ്റ് ജോസഫ് കൺവെൻറ്റ് സ്കൂൾ കൽപ്പറ്റയാണ്. അപ്പോൾ ഇത്രയും സെൻറ്റേഴ്സ് നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാം എഴുതാനായിട്ട് അവൈലബിൾ ആണ്. മക്കളെ, ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ്സാക്കരുത്. ബിക്കോസ് നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ സ്വപ്നങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒറ്റയ്ക്ക് പരിശ്രമിച്ചാൽ നേടാവുന്നതാണ്. പക്ഷേ പഠനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലവും പഠിപ്പിക്കുന്ന ആളുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈലം നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ആ മാജിക് എന്താണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സൈലം സ്കൂളിൽ തന്നെ പഠിച്ച് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ആ ഒരു സ്കൂളിൽ പഠിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ ഒരു ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കുന്നതിന് സൈലം നിങ്ങൾക്ക് ആ സ്കൂളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമാണ് നെക്സ്റ്റ് എക്സാം. സോ അതിൻ്റെ ആ ഒരു ചാൻസ് നിങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ വരുന്ന 7-ാം തീയതി ഈ ഒരു സെൻറ്ററിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏത് സെൻറ്ററായാലും നിങ്ങൾക്ക് പോയി എഴുതാവുന്നതാണ്. അപ്പോൾ സാറ് പറഞ്ഞേ മറക്കണ്ട, ഓൺലൈനായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അഥവാ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അന്ന് സെൻറ്ററിലേക്ക് വന്നാൽ മതി, അവിടുന്ന് സ്പോട്ടായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് എക്സാം എഴുതാം. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്.